ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്ന ശമ്പള വ്യവസ്ഥ രൂപീകരിച്ച സന്ദർഭത്തിൽ ദവാവീൻ അദ്ദേഹം രൂപപ്പെടുത്തിയ സന്ദർഭത്തിൽ അദ്ദേഹം പ്രഥമ പരിഗണന നൽകിയത് അഹ്ലു ബൈത്തിനായിരുന്നു. അദ്ദേഹം പ്രഥമ പരിഗണന താൻ എടുക്കുന്ന വിഹിതത്തേക്കാൾ കൂടുതൽ അദ്ദേഹം നൽകിയിരുന്നത് അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകളുടെ ശമ്പളമായിരുന്നു. അദ്ദേഹം കൂടുതലായിട്ട് അവർക്കായിരുന്നു കൂടുതൽ പ്രഥമ പരിഗണന ആ വിഷയത്തിൽ നൽകിയത്. അതിനേക്കാൾ ഉപരി വളരെ ശ്രദ്ധേയമായ മറ്റൊരു സംഭവം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ഒരു ബന്ധം അഹ്ലു ബൈത്തുമായിട്ട് ബന്ധം ചേർക്കാൻ വേണ്ടി മാത്രമായിട്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ഉമ്മു കുൽസും ബിൻത്ത് അലി റളിയല്ലാഹു അൻഹുവെ വിവാഹം കഴിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അലി റളിയല്ലാഹു അൻഹുവിനും ഉമർ റളിയല്ലാഹു അൻഹുവിനും ഇടയിൽ സ്വരച്ചേർച്ച ഉണ്ടായിരുന്നെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഈ ഒരു സംഭവത്തിന്, അതായത് സ്വന്തം മകളെ അലി റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് നൽകിയ ഈ ഒരു വിരോധാഭാസം അവർക്കൊരു നിലക്കും ഉത്തരം കണ്ടെത്താൻ സാധ്യമല്ലാത്തതാണ്. ഇപ്പോൾ നമ്മൾ അഹ്ലു ബൈത്തിന് ശ്രേഷ്ഠതയുണ്ടെന്ന് പറയപ്പെടുമ്പോഴും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഹ്ലു ബൈത്ത് ശ്രേഷ്ഠതയുണ്ട്, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന കാലം അത്രയും തീർച്ചയായിട്ടും അവർക്ക് ശ്രേഷ്ഠതയുണ്ട്, നമ്മളെക്കാൾ കൂടുതൽ ശ്രേഷ്ഠരാണ്. പക്ഷെ അതേസമയം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിക്കാത്തിടത്തോളം കാലം അവർക്ക് യാതൊരു ശ്രേഷ്ഠതയുമില്ല. ആരെങ്കിലും ഒരാൾ മരണാനന്തര ജീവിതം കേവലം കുടുംബത്തിന്റെ അല്ലെങ്കിൽ തന്റെ കുടുംബ മഹിമ കൊണ്ടൊരിക്കലും ഒരാളും മരണാനന്തര ജീവിതം രക്ഷപ്പെടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് തുർമുദി ധരിക്കുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, വമൻ അത്ബഅ ബിഹി അമലുഹു ലം യുസ്രി ബിഹി നസബുഹു. ആരെങ്കിലും ഒരാളെ അവന്റെ കർമ്മം പിറകോട്ട് വലിക്കുകയാണെങ്കിൽ ഒരിക്കലും അവന്റെ രക്തം അവനെ മുന്നോട്ട് തള്ളുകയില്ല. അതായത് കർമ്മമില്ലാതെ ഒരാൾ മരണാനന്തര ജീവിതം വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നസബ് കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ കുടുംബ മഹിമ കൊണ്ടൊരിക്കലും അദ്ദേഹം മരണാനന്തര ജീവിതം രക്ഷപ്പെടുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലും വളരെ കൃത്യമായിട്ട് അത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയും ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും പരിഗണിക്കപ്പെടുന്നവൻ ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയും പറയുന്നതായിട്ട് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു അഹ്ലു ബൈത്ത് എന്നുള്ള സങ്കല്പത്തിൽ തന്നെ അടിസ്ഥാനപരമായിട്ട് ഈ ഒരു കാഴ്ചപ്പാടിൽ തന്നെ ഈ രണ്ട് വിഭാഗങ്ങൾ, സുന്നി ഷിയ വിഭാഗങ്ങൾക്കിടയിൽ അഭിപ്രായാന്തരങ്ങളുണ്ട്. ഇപ്പോൾ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അഹ്ലു ബൈത്ത് എന്നുള്ളത് കൊണ്ട് അവർ ഗണിക്കപ്പെടുന്നത് പ്രധാനമായിട്ടും അവരുടെ അഹ്ലു ബൈത്ത് സങ്കല്പം എന്നുള്ളത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും അവരുടെ സന്താന പരമ്പരയിൽ മാത്രം പരിമിതമാണ്. പക്ഷെ അതേസമയം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം, സുന്നി വിശ്വാസപ്രകാരം പ്രഥമമായിട്ടും അവർ തന്നെയാണ്. പക്ഷെ അതോടൊപ്പം നമ്മൾ അഹ്ലു ബൈത്തായിട്ട് കണക്കാക്കപ്പെടുന്നത് ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകന്റെ പത്നിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീനും നമ്മൾ അഹ്ലു ബൈത്തായിട്ട് കണക്കാക്കപ്പെടും. പ്രധാനമായിട്ട് നേരത്തെ സൂചിപ്പിച്ച ഒരു ആയത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലു ബൈത്ത് എന്നുള്ള പദം തന്നെ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരും വിശേഷിപ്പിച്ചുകൊണ്ടാണ്. യാ നിസാ അൻ നബിയ്യ് എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ തുടക്കത്തിൽ ആ ആയത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അഹ്ലു ബൈത്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പദപ്രയോഗം തന്നെ നടത്തിയതായിട്ട് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി